ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എവിടം വരെ എത്തി? പഠിച്ച് കഴിയാറായോ? അപ്പം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ? അപ്പം നാളെ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവുകളിൽ ഒന്ന് എന്നൊക്കെ പറയാൻ പറ്റുന്ന പരീക്ഷയാണ്. അത് നമ്മൾ മലയാളത്തിലാണ് തുടങ്ങണേ. അപ്പോൾ നമുക്ക് എന്താണ് മലയാളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളെ കുറിച്ചാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോഡൽ എക്സാമിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പരീക്ഷകളിലൊന്ന് മലയാളം ഫസ്റ്റാണ്. കേരള പാഠാവലി കുറച്ച് വിഷമമായിരുന്നു എന്ന് കുറേ മക്കളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ആസ്വാദന കുറിപ്പാണ്. എന്താ അപ്പോൾ ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ ആസ്വദിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ഐസ്ക്രീം ആസ്വദിച്ച് തിന്നാറുണ്ട്, നല്ല ചായ ആസ്വദിച്ച് കുടിക്കാറുണ്ട്, നല്ല മഴ പെയ്യുമ്പോൾ ആസ്വദിക്കാറുണ്ട്, നല്ല പാട്ട് ആസ്വദിച്ച് കേൾക്കാറുണ്ട്. അതേപോലെ നമുക്കൊരു സാഹിത്യകൃതിയും എന്ത് ചെയ്യാണ്, നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. സാഹിത്യകൃതി ഇപ്പോൾ കണ്ടും കേട്ടും നക്കി നോക്കിയോ അല്ലെ തിന്നു നോക്കിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് എങ്ങനെ ആസ്വദിക്കാം? മനോഹരമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് അല്ലെ, സൗന്ദര്യാത്മകമായ രീതിയിൽ ഭാഷയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ കൃതിയെ അല്ലെ, സാഹിത്യകൃതിയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ്? അത് എഴുത്തിലൂടെ അല്ലേ. അപ്പോൾ അത് പത്രവാർത്ത എഴുതുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഉപന്യാസം എഴുതുന്ന പോലെ അല്ല തീർച്ചയായിട്ടും എന്ത് എഴുതേണ്ടത്? ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത്. കുറച്ചുകൂടെ നല്ല ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് അലങ്കാരങ്ങളും ഉപമകളും ഒക്കെ ചേർത്ത് അങ്ങനെ മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ആസ്വാദന കുറിപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതിൻ്റെ എന്താണ് ഘടന എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്? ഒരു ആകർഷകമായ ആമുഖം വേണം. അതായത് ഏതാണ് കവിത, ആരാണ് കവിത എഴുതിയത്, എന്താണ് കവിതയുടെ പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതേപോലെ ആശയങ്ങളുടെ അവതരണം, ആശയ അവതരണം ആവശ്യമാണ്. വരികളുടെ ആശയം, ഇപ്പോൾ കവിതയാണെങ്കിൽ കവിത മാത്രമല്ല കേട്ടോ ചോദിക്കുക. അപ്പോൾ കൂടുതലും കവിതകൾ ചോദിച്ച് കണ്ടുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയണേ. അപ്പോൾ കവിതകൾ ഓരോ വരികളും എന്ത് ചെയ്യണം? വിശദീകരിച്ച് നമുക്ക് ഓരോ വരികളും വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടല്ല, മൊത്തത്തിൽ ആ കവിത വായിച്ചിട്ട് നമുക്കൊരാശയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആശയത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു കവിതയാണെങ്കിലോ പലപ്പോഴും കേരള പാഠാവലിയിൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കവിതകളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠപുസ്തകത്തിൻ്റെ പുറത്തുള്ള കവിതകളായിരിക്കും മിക്കപ്പോഴും തരിക അല്ലേ. അപ്പോൾ അത്തരം കവിതകൾ അറിയാത്തൊരു കവിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? ഇത്തരം ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മനസ്സിരുത്തി 2-3 ആവർത്തി എന്ത് ചെയ്യുക? അത് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിലെ വാക്കുകൾ, അർത്ഥമറിയാത്ത വാക്കുകൾ ചിലപ്പോൾ ടെക്സ്റ്റ് അവിടെ തന്നെ കൊടുക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ആശയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് വാങ്മയ ചിത്രമാണ്. വാങ്മയ ചിത്രം എന്ന് പറയുമ്പോൾ വാങ്മയ ചിത്രം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വാങ്മയ ചിത്രത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തൊടുത്തും തെല്ലൊരു നാണത്തോടെ ഒരുങ്ങി വരുന്ന ഉഷസ്സിനെ കുറിച്ച് പറയുന്ന വരിയാണ്. വൈലോപ്പിള്ളിയുടെ ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിതയിലുള്ള വരിയാണ്. ആ വരിയിൽ പറയുന്നത് എന്താണ്? നീളും മലയുടെ ചങ്ങലവട്ട, നീണ്ടുപോകുന്ന മലകൾ ചങ്ങലവട്ട എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ആ മലകൾ ഇങ്ങനെ ചങ്ങലവട്ട പോലെ അല്ലേ, ചങ്ങലവട്ട ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് അല്ലേ. അതേപോലെ പരസ്പരം മലകൾ എന്ത് ചെയ്യുന്നു? കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ്. ആ ചങ്ങലവട്ടകൾ എന്താണ്? നാളം പാടല വിരലാൽ നീട്ടാണ്. നാളം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെയാണ് ഇവിടെ നാളമായി പറയുന്നത് അല്ലേ. അത് പാടല വിരലാൽ, ചുവന്ന വിരൽ കൊണ്ട് നീട്ടുകയാണ് ആ ഒരു പ്രഭാതം അല്ലേ. അപ്പോൾ ആ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു പ്രഭാതത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ കവി പറഞ്ഞിരിക്കുന്ന ഈ വരികളിലൂടെ നമുക്കൊരു ചിത്രത്തെ കിട്ടിയോ അല്ലേ? ഒരു ചിത്രം വരച്ചു വെച്ചത് പോലെ നമുക്കത് വ്യക്തമാവുന്നുണ്ടോ? അതിനെയാണ് വാങ്മയ ചിത്രം. കവികൾ വാക്കുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ചിത്രങ്ങൾ കവിതയിൽ ഉണ്ടോ നോക്കുക. ആ കവിതയിലുള്ള അത്തരം ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുക. അതേപോലെ ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം തുടങ്ങിയിട്ട് പ്രാസം ഭംഗി വരുന്നുണ്ടോ, ആവർത്തനങ്ങൾ, ഒരേ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പ്രയോഗ ഭംഗി ശ്രദ്ധിക്കണം. നമ്മളുടെ സ്വന്തം നിരീക്ഷണങ്ങൾ, നമ്മൾക്ക് ആ കവിത വായിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭൂതിയെക്കുറിച്ച് നമുക്ക് എഴുതാം. കാലിക പ്രസക്തി, അതായത് പുതിയ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്ക് എത്രത്തോളം പ്രസക്തമായിട്ടുള്ളതാണ് ഈ കവിത എന്ന് എഴുതാം. പിന്നീട് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഉപസംഹാരമാണ്, കൺക്ലൂഷനാണ് നമ്മൾ ലാസ്റ്റിലത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായിരുന്നു കവിത എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് തന്നത്? ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ എടുത്തതുകൊണ്ടാണ് കേട്ടോ. ഇത്ര ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. നോക്കൂ, എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നത്? ആശയം വേണം. വെറുതെ ആസ്വാദനക്കുറിപ്പ് എഴുതിയ പോലെ ആശയം വേണം, ആസ്വാദന അംശങ്ങൾ വേണം അല്ലേ, സമകാലിക പ്രസക്തി വേണം. ഇവ പരിഗണിച്ചാണ് കവിതാഭാഗത്തിന് എന്ത് ചെയ്യേണ്ടത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എന്താ കവിതയുടെ പേര്?
വിളിക്കലുകൾ അല്ലെ. ആകാശത്തിന്റെ ചങ്ക് പൊടിയുന്നു, നാം അതിനെ മഴയെന്ന് വിളിക്കുന്നു. മഴയൊരു കിനാവ് കാണുന്നു, നാം അതിനെ മഴവില്ലെന്ന് വിളിക്കുന്നു അല്ലെ. ആകാശം ഒരു പൊട്ടു തൊട്ടു, നാം അതിനെ സൂര്യൻ എന്ന് വിളിക്കുന്നു അല്ലെ. പിന്നെ എന്താ പറയുന്നത്, സൂര്യൻ ഒരു കുരുന്നിനെ തൊട്ട് തലോടുന്നു, നാം അതിനെ മരമെന്ന് വിളിക്കുന്നു. എം.ആർ. രേണുകുമാറിന്റെ വരികളാണ് അല്ലെ. അപ്പൊ വളരെ മനോഹരമായി പ്രകൃതിയിലുള്ള അല്ലെ സംഭവങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ആകാശത്തിന്റെ ചങ്ക് പൊടിയുന്നതിനെയാണ് എന്തായി സങ്കല്പിക്കുന്നത്, മഴയായി സങ്കല്പിക്കുന്നത്. മഴ കാണുന്ന കിനാക്കളെയാണ് നമ്മൾ മഴവില്ലെന്ന് വിളിക്കുന്നത് അല്ലെ. ആകാശം ഒരു പൊട്ട് തൊടുന്നതിന് സൂര്യനെന്നും, സൂര്യൻ ഒരു കുരുന്നിനെ തൊട്ട് തലോടുന്നതിന് എന്താണ്, മരമെന്നും. അതായത് വെളിച്ചം, പ്രകാശം, സൂര്യപ്രകാശത്തിലാണ് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാകുന്നത്. തൊട്ട് തലോടുന്നതിന് എന്തായിട്ടാണ്, മരമെന്നുമാണ് അല്ലെ. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയാണ് കവിതയിൽ പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഈ കവിത എന്ത് ചെയ്യണം, നന്നായിട്ട് വായിക്കുക. അതിന്റെ ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആശയത്തെ അല്ലെ ആസ്വാദന തലത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരു പുറത്തിൽ കവിയാത്തതിനുള്ള ഉത്തരമാണ്. അതുകൊണ്ട് 3 ഭാഗമായിട്ട് എന്ത് ചെയ്യാം, നമുക്കത് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ 3 ഭാഗമായിട്ട് എങ്ങനെ എഴുതുക, ആദ്യ ഭാഗത്ത് നമുക്ക് ആശയം എഴുതാം, രണ്ടാമത്തെ ഭാഗത്ത് ആസ്വാദനാംശവും, മൂന്നാമത്തെ ഭാഗത്ത് എന്താണ്, സമകാലിക പ്രസക്തിയും കൊടുത്തുകൊണ്ട്, കാരണം അത്രയേ വേണ്ടുള്ളൂ അല്ലെ, ഒരു പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ, ഉത്തരം എഴുതുക. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് അല്ലെ ഈ ഒരു പലപ്പോഴും നമുക്ക് പാഠഭാഗങ്ങളുടെ ആശയവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പാഠഭാഗങ്ങൾ ചിലപ്പോൾ തരാം അല്ലെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ പ്രകൃതിയുമായി ചേർത്ത് നിർത്തുന്ന പാഠഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ കണക്ട് ചെയ്തിട്ട് നമുക്കതിനെ പാഠഭാഗവുമായിട്ട് ബന്ധിപ്പിച്ച് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും, 7 മാർക്കും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രഭാഷണമാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു പ്രഭാഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പ്രഭാഷണത്തിന്റെ ചോദ്യം എന്ന് ഓർമ്മയുണ്ടോ? എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. പ്രകാശ് രാജ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നതാണ് അല്ലെ. വിദേശ ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കഠിനവുമാണ്. മഹാത്മാഗാന്ധി പറയുന്നതാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളും മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിലെ ആശയവും പരിഗണിച്ച് വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. നോക്കൂ, നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമുക്ക് മലയാള സെക്കൻഡിൽ നമ്മൾ മാതൃഭാഷയുടെ അല്ലെങ്കിൽ ഭാഷയുടെ പ്രാധാന്യത്തിലെ വൈജ്ഞാനിക ലാസ്റ്റത്തെ പാഠഭാഗമില്ലേ, യെസ്, അപ്പോൾ അതിൽ മലയാള ഭാഷയെക്കുറിച്ച്, എൻ്റെ ഭാഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ യുനെസ്കോനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എന്തുകൊണ്ട് നമ്മൾ മാതൃഭാഷയിൽ അല്ലെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചാണ് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കൂടെ മനോഹരമായിട്ട് ഈ പ്രഭാഷണത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രകാശ് രാജ് പറഞ്ഞത് എൻ്റെ ഭാഷ അല്ലെ, ഒരു ഭാഷയെ കൃത്യമായി പഠിച്ചത് കൊണ്ടാണ് അല്ലെ മറ്റുള്ള ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ അവനവൻ്റെ ഭാഷയിലൂടെ എന്തായിരുന്നു കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് അറിവുകൾ അല്ലെ നേടി തരുന്ന ഒരു ഭാഷയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ള ഭാഷയെയും കൃത്യമായി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ വിഷയ കേന്ദ്രീകൃതമായ രീതിയിലാണ് നമ്മൾ പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. പ്രഭാഷണം എന്ന് പറയുന്നത് നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകളോട് സംവദിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്ത് വേണം, ഒരു അഭിസംബോധന അല്ലെ ചെയ്യണം നമ്മൾ. പിന്നെ നല്ല ആഹ്വാനത്തിൻ്റെ രീതിയിലായിരിക്കണം, നല്ല വ്യക്തമായിട്ടുള്ള ഭാഷയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ നീട്ടിപ്പരത്തി അല്ലെ നമ്മൾ നേരത്തെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ അല്ല പ്രഭാഷണം സംസാരിക്കേണ്ടത് അല്ലെ. പ്രഭാഷണത്തിന്റെ ഭാഷ വരേണ്ടത് അത് സംസാരിക്കുന്ന രീതിയിലാണ് അല്ലെ, ആഹ്വാനത്തിന്റെ ഭാഷയാണ്, പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ആശയം നമ്മൾ പകരേണ്ടത്. അതേപോലെ അനാവശ്യമായിട്ടുള്ള വാചകങ്ങളോ വാക്പ്രയോഗങ്ങളോ നടത്താതെ മലയാള ഭാഷയുടെ പങ്ക് വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാണ്, പുതിയ കാലത്ത് അതിന്റെ പ്രാധാന്യം എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് എഴുതാം. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളെയും വികാസങ്ങളെയും ഒക്കെ ഉത്തേജിപ്പിക്കാൻ എന്തിനു സാധിക്കുന്നു, മാതൃഭാഷയ്ക്ക് സാധിക്കും അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ഭാഷയെ പഠിക്കുകയാണ്. നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്ന ചുറ്റുപാടിൽ കാക്കേ കാക്ക കൂടെ ഇവിടെ എന്ന് പാടിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണോ, മറ്റൊരു മീഡിയത്തിലൂടെ എയും ബിയും സിയും പഠിച്ച് APPLE കൂട്ടിച്ചേർത്ത് പഠിച്ച് അല്ലെ, എന്താണ് ആപ്പിളിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെ, ആപ്പിളിനെ കുറിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മറ്റൊരു ഭാഷയിലൂടെ നമ്മൾ അറിവ് നേടുന്ന സമയത്ത് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. അതേ സമയത്ത് ജപ്പാൻ പോലെ ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ ടെക്നോളജിക്കലി അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അല്ലെ. അവരൊക്കെ ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവരൊക്കെ 2060-ലും 70-ലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ 2020-കളിലേക്ക് എത്തിയോന്ന് സംശയമാണ്. അത്രയും അവർ ഡെവലപ്ഡ് ആണ്. കാരണം അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ മുതൽ അവർ സയൻസും സാധനങ്ങളും എല്ലാ സാധനങ്ങളും പഠിക്കുന്ന ഇതിലൂടെയാണ്, അവരുടെ സ്വന്തം ഭാഷയിലൂടെയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും എന്ത് വലിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാമെങ്കിലും നമുക്കത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് നമ്മളുടെ ഭാഷയിൽ അത് വിശദീകരിച്ച് തരുമ്പോഴല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ
സ്വന്തം ഭാഷയിലൂടെ അറിവ് നേടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. മറ്റുള്ള ഭാഷയിൽ അറിവ് നേടുന്നത് എന്താണ്, കഠിനമാണെന്ന് പറയുന്ന ഗാന്ധിയുടെ അല്ലെ ആ ഒരു പ്രസ്താവനയും വളരെ പ്രസക്തമാണ് അല്ലെ. അപ്പൊ മാതൃഭാഷയിലൂടെയുള്ള ചിന്ത അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയെ ഉണർത്താനും അല്ലെ കൂടുതൽ വികസനാത്മകമായ ചിന്തയിലേക്ക് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ കേവലമായിട്ടുള്ള ആശയ സംശീകരണം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഉൽപാദനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മാതൃഭാഷയിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രഭാഷണത്തെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യങ്ങളും പ്രഭാഷണം അതേപോലെ ആസ്വാദനക്കുറിപ്പ് അല്ലെ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് ടീച്ചർ അത്തരം ചോദ്യങ്ങൾ എടുത്തത്. ഇത് കൂടാതെ നമുക്ക് മുഖപ്രസംഗങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഉപന്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലെ നമ്മളെ ലൈവുകളിൽ എന്താണ് നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവുകളിലൊക്കെ നിങ്ങൾ കാണുക. നാളത്തെ പരീക്ഷ ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക, ഉഷാറായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.